അല്ല നമ്മളെ വീട്ടിൽ സാബിത്താനെ കാണാൻ വേണ്ടി ഒരു ഏച്ചി വന്നിട്ടുണ്ട്. ചാനൽ കണ്ടിട്ടാ ഞാൻ എപ്പോ ഇങ്ങനെ വരണം നേരിക്കും അങ്ങനെ നമ്മളെ ചാനല് കണ്ടിട്ട് ഞാൻ പറഞ്ഞില്ലേ വീട്ടിൽ ഒരുപാട് ആൾക്കാർ കാണാൻ വരുന്നുണ്ട്. പിന്നെ വീഡിയോസിൽ പെടുന്നോല് പെടും, പെടാത്തോലെ പെടുത്തൂല. അങ്ങനെ പെടാത്തോല് ഒരുപാട് ആള് വരുന്നുണ്ട്. ആ കൂട്ടത്തിൽ നമ്മളെ അമ്മയും ഇവിടെ അടുത്താന്ന് പറഞ്ഞാല് കുറച്ചങ്ങോട്ട് പോണം അല്ലേ? വൈക്കൽശ്ശേരി അല്ല, വൈക്കൽശ്ശേരി എന്ന സ്ഥലത്താണ്. ഇരിക്കമ്മേ. അങ്ങനെ അമ്മക്ക് പിന്നെ അമ്മയും ഞാനും കുറച്ച് വർത്താനം പറയുകയാണ്. അമ്മ നല്ല കലാകാരിയാണ് അല്ലേ? പാട്ട് പാടും, പിന്നെ അങ്ങനെ എന്തൊക്കെയോ കലാകാരിയാണ്, എന്തൊക്കെയോ ഉണ്ട്. ഞാൻ പറഞ്ഞെടുത്ത് നിങ്ങള് അമ്മയുണ്ടായിരുന്നു. അത് കുട്ടിക്കാലത്ത് എല്ലാം അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതിനൊന്നും ഞമ്മക്ക് ആവൂലല്ലോ. അങ്ങനെ ഇവിടെ ചാനൽ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ വന്നതാണ് ഞാൻ. ഇവർക്ക് വേണ്ടി ഞാനൊരു പാട്ട് പാടിക്കൊടുക്കാം. ചന്ദ്രരശ്മിതൻ ചന്ദന വഴിയിൽ സുന്ദരിയാമൊരു മാൻപേട ആടിയാടി നീരാടി പവിഴത്തിരകളിൽ ചാഞ്ചാടി ചന്ദ്രരശ്മിതൻ ചന്ദന നടയിൽ സുന്ദരിയാമൊരു മാൻപേട. സൂപ്പർ 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 സൂപ്പർ. അങ്ങനെ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞില്ല, പുറത്തിറങ്ങി റബീത്താക്ക് നടക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. അത്രയും ആൾക്കാരാണ് നമ്മളെ കണ്ട് ഒരുപാട് സ്നേഹിച്ച് യൂട്യൂബിൽ കൂടി സ്നേഹിച്ച് കണ്ടുവരുന്ന മുത്തുമണികളാണ്. മോനെ അതവിടെ വെക്ക്. പിന്നെ ഞാനൊന്നാടെ വെക്കട്ടെ എന്നാ ഫോണ് സംസാരിക്കാൻ പറ്റും. എന്നിട്ട് നമ്മളെ പാട്ടെല്ലാം പാടി തന്ന് അമ്മ നല്ല സൂപ്പർ അമ്മയാണ്. നമ്മളെ സ്നേഹിക്കുന്നവരല്ലേ ഉള്ളൂ എന്നല്ല. എന്നിട്ട് അമ്മേ എന്ത് ഇങ്ങനെ മഴക്കാലം മഴയെ പറ്റി ഇങ്ങനെ ആലോചിക്കുന്നുണ്ടാ? പിന്നെ പിന്നെ ചാനല് തുടങ്ങാൻ ഇങ്ങനെ കുറെ നാള് പുറത്തുനിന്ന് ഇറങ്ങാത്ത ആളല്ലേ. അപ്പൊ നീ ഇതെല്ലാം തുടങ്ങാൻ എന്തെങ്കിലും കാരണം? ഞങ്ങളെപ്പോലത്തെ പറഞ്ഞാല് ശരിയാണ്, അങ്ങനെ ഇറങ്ങൂല. പിന്നെ ആണുങ്ങളെല്ലാടെയും പോകും, പെണ്ണുങ്ങളിങ്ങനെ ഒതുങ്ങിയാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, അത് പലരും ചോദിക്കുന്നുണ്ട് അങ്ങനെ. പക്ഷെ നമ്മക്കൊരു എൻജോയ്മെന്റ്. കാരണം എന്ന് വെച്ചാല് പിന്നെ നമുക്ക് ഒരു പറയാൻ കഴിയൂ, അഭിനയിക്കാൻ കഴിയൂ. അങ്ങനെയുള്ള ഒരു പ്രോത്സാഹനം ഉള്ളിൽ ഉള്ളത് കൊണ്ട് ആരും അങ്ങനെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നില്ല. പണ്ട് നമ്മളെ ഉമ്മയും ഉപ്പയെല്ലാം അവർക്ക് ഇതൊന്നും അറിഞ്ഞൂടാലോ. അപ്പൊ പിന്നെ യൂട്യൂബ് എല്ലാം വന്നതിന് ശേഷം യൂട്യൂബിൽ ഇങ്ങനെ ഓരോന്ന് കാണുന്ന നേരം എനിക്ക് ഇങ്ങനെ പിന്നെ ചെയ്യണം തോന്നി. പിന്നെ അമ്മ നമ്മളെന്ത് നല്ലോണം നടന്നാലും കുറ്റങ്ങളല്ലാണ്ട് പറയൂ. അത് എത്ര അത് യൂട്യൂബ് ചാനൽ വേണമെന്നൊന്നുമില്ല. നമ്മള് കൊറേ സ്വർണ്ണം ഇട്ടാ പറയൂ, നല്ല വസ്ത്രം ഇട്ടാ പറയൂ, തീരെ വസ്ത്രം ഇട്ട് അങ്ങനെ പല പല കാര്യങ്ങളും നമ്മള് സ്ത്രീകൾ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോ പല ഇതുണ്ടാവും. അതിനെല്ലാം ചെറുത്ത് നമ്മള് ഒരു വിഷമോ കാര്യവും അതിന് തോന്നാൻ പാടില്ല. എല്ലാം മുന്നോട്ട് നേരിട്ട് നടക്കണം. അതുകൊണ്ടാണ് എല്ലാവരും നോക്കി വരുന്നേ. സാബി തന്നോട് നേരിൽ വന്ന നാദാ വിട്ടുന്ന കുറെ ആൾക്കാർ വന്നിട്ട് എന്നോട് പറഞ്ഞു തന്നാ വീഡിയോസിൽ പെടാത്ത ഇങ്ങളെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. ആരെന്ത് പറഞ്ഞു സാബിത്ത ഇങ്ങൾക്ക് ഒരു പൂച്ചയിലും ഇല്ല. അതെന്നോട് ഒരുപാട് ആൾ ചോദിച്ചിരിക്കും. ഒരു പൂച്ച ഇങ്ങൾക്ക് എത്ര ബേർഡ് ആയി ഡാൻസ് എല്ലാം കളിക്കുന്നതിന്റെ അത് ബേർഡ് കമന്റ് ആയില്ല വരുള്ളൂ. ഇങ്ങനെ പ്രത്യേകം നമ്മൾ തള്ളച്ചി ഒരു ഉമ്മൂമ തുള്ളിക്കളഞ്ഞി അതുകൊണ്ടാ വരുന്നത്. അപ്പൊ അവര് നിങ്ങൾക്ക് നല്ല ധൈര്യം. നമ്മൾ എന്തിനും ധൈര്യത്തോടു കൂടി നിൽക്കണം മക്കളെ. നമ്മള് എത്ര നല്ല നടന്നാലും പറയും ഇല്ലേ അമ്മേ? അതുകൊണ്ട് നമ്മളാണ് അതുകൊണ്ടാണ് അങ്ങനെ തുടങ്ങിയത്. അമ്മക്കൊരു ചാനലുണ്ട്. ഞാനൊരു ചാനൽ തുടങ്ങി. എങ്ങനെയാ വെച്ചാൽ ഓരോരോ സ്റ്റേജിലും പോയിട്ട് ഞാനിങ്ങനെ ഒരു പാട്ട് പഠിക്കോട്ടെ എന്നിങ്ങനെ ചോദിക്കും. അപ്പം പിന്നെ സമയം ഉണ്ടെങ്കിൽ തരാം, അല്ലെങ്കിൽ നിങ്ങൾ 8 മണിക്ക് വന്നോന്ന് പറഞ്ഞാൽ 9 മണിക്കും തരൂല, 10 മണിക്കും തരൂല. അങ്ങനെ എനിക്ക് വല്ലാത്തൊരു വിഷമം തോന്നി. അപ്പൊ എന്റെ മകളുടെ ഭർത്താവ് പറഞ്ഞു, അമ്മ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നേ, നിങ്ങളുടെ ഞാനുണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങി. അപ്പൊ അവൻ പാടുമ്പോഴേ യൂട്യൂബ് ചാനൽ സപ്പോർട്ടാണ്. അങ്ങനെയായിരിക്കണം മരുമകൻ. ഐ ലവ് യു മകനെ. അങ്ങനെയായിരിക്കണം. അപ്പൊ
അപ്പൊ അമ്മ പല പ്രാവശ്യം ഇതൊന്നും ഞാൻ അറിയുന്നില്ലേ, അമ്മ ഇപ്പം പറയുമ്പോ ഞാനും അറിയില്ല, പല സ്റ്റേജുകളിലും അമ്മക്ക് പാട്ടറിയാം, അമ്മേനെ പ്രോത്സാഹിപ്പിക്കാൻ ആരുമില്ല. എനിക്കും പല അഭിനയങ്ങൾ അറിയാം, അത് പ്രോത്സാഹിപ്പിക്കാൻ ആളില്ല. അതുപോലെ തന്നെ അമ്മക്കും പാട്ടറിയാം, അത് പ്രോത്സാഹിപ്പിക്കാൻ ആളില്ല. അങ്ങനെ പല വേദികളിൽ അമ്മ ചോദിച്ചു ഒരു പാട്ട് പാടിക്കോട്ടെ, ഒരു പാട്ട് പാടിക്കോട്ടെ എന്ന്. അപ്പൊ അവർക്ക് അവരുടേതായ സമയവും സന്ദർഭം എത്തുന്നത് വരെ നമ്മൾ കാത്തിരിക്കണം. ചിലപ്പം കിട്ടും, കിട്ടൂല. അങ്ങനെയാണ് അമ്മ വരുമാനം പറഞ്ഞ് യൂട്യൂബ് തുടങ്ങി. ഇപ്പൊ അതാണ് അമ്മ നമ്മൾ പറഞ്ഞത്, നമ്മളെ മറ്റുള്ളവർ തന്നെയാണ് നമ്മളെ ഈ ഫീൽഡിലേക്ക് കൊണ്ടുപോകുന്നത്. പിന്നെ ഞാൻ കുടുംബശ്രീയിലൊക്കെ പിന്നെ അംഗമായി അവിടെ മത്സരത്തിലെല്ലാം പങ്കെടുത്ത് പിന്നെ മോണാക്ട് അതുപോലെ പ്രശ്ന വേഷം എല്ലാത്തിനും ഫസ്റ്റ് പ്രൈസ് നേടുമ്പോൾ ഞാൻ തന്നെ ചോദിക്കും, എന്റെ കല പോയിട്ടില്ല. 64 വയസ്സായിരുന്നു, പക്ഷെ എന്റെ ആ വീര്യം ഇതുവരെ നഷ്ടപ്പെട്ടിട്ടില്ല. നിങ്ങൾ പറഞ്ഞില്ല സാബി, തങ്ങൾക്ക് ഇത്ര വയസ്സായില്ല, 5 വേറെ മക്കളില്ല, പക്ഷെ ഞങ്ങളെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ കലാകളി ഉറങ്ങിക്കിടക്കുന്നുണ്ട്. അത് ഞങ്ങൾക്ക് ഞങ്ങളെ ഉള്ളു വയസ്സായിട്ടില്ല അല്ലേ, ഞങ്ങളെ മനസ്സും ഞങ്ങളെ ഉള്ളു വയസ്സായിട്ടില്ല. ഞങ്ങൾക്ക് 18 വയസ്സാണ്, ഞാൻ 17 നാമേ പറയാം. അമ്മ അവളങ്ങളും മധുരപ്പ. അപ്പൊ അമ്മക്ക് സങ്കടം ഉണ്ട് കേട്ടോ. അമ്മക്കും ഇങ്ങനെ കളിക്കണം, ചിരിക്കണം, അങ്ങനത്തെ ഒരുപാട് അമ്മമാർ ഉമ്മമാരുണ്ട് വീടിനുള്ളില്. അത് അവിടുത്തെ മക്കൾ സമ്മതിക്കുന്നില്ല. എന്തിന് അവർക്ക് എല്ലാടെയും പോകണം. നമ്മളെ പോലത്തെ തള്ളച്ചിയായില്ലേ, ഉമ്മൂമ്മയായില്ലേ, അമ്മൂമ്മയായില്ലേ, വീട്ടിൽ കുത്തിരിക്കി മൂലയെ കുത്തിരിക്കി കമന്റ് കാണുന്നില്ല നിങ്ങൾ, തള്ളച്ചീനിയാണെങ്കിൽ മൂലയെ കുത്തിരിഞ്ഞോന്ന്. അങ്ങനത്തെ ആൾക്കാരാണ് ഓല അമ്മേനെയും ഉമ്മേനെയും തള്ളച്ചി മൂലയെ കുത്തിരിക്കുന്നു പറയുന്നത് കൊണ്ടാണ് പറയാൻ പാടില്ല. എന്താ വെച്ചാല് നമ്മുടെ ജീവിതത്തില് എത്ര സന്തോഷിച്ച് എങ്ങനെയെങ്കിലും പിന്നെ മുന്നോട്ട് പോയിക്കൊണ്ടേ മരിക്കുന്നതാണ് ഞമ്മക്കെല്ലാം ഇഷ്ടം. അങ്ങനെ വെച്ചാൽ നമ്മളെ കഴിവിനെ ഒരിക്കലും ഉള്ളിൽ ഒതുക്കി വെക്കാൻ പാടില്ല. നമ്മൾ പുറത്ത് പ്രകടിപ്പിച്ചല്ലാണ്ട് മറ്റുള്ളവർക്ക് അറിയാം, ആ സാബറൊക്കെ അങ്ങനെ പുഷ്പവല്ലിക്ക് അങ്ങനെ കഴിവുണ്ട്, അങ്ങനെ അറിയണമെങ്കിൽ ഇങ്ങനെയുള്ള ചാനലിൽ കൂടിയെല്ലാം നമുക്ക് പറയാം. ഇപ്പൊ ഓരോ സാഹചര്യങ്ങളല്ലേ അതെല്ലാം. ഇപ്പം തന്നെ അമ്മ പാട്ട്, ഞാൻ വിചാരിച്ച അമ്മ പാട്ട് പാടട്ടെ എന്ന് പറഞ്ഞ് ഫോണെല്ലാം ഇവിടെ വെച്ചതിന് ശേഷം പാടാം. അമ്മ ഇരിക്കുമ്പോ തന്നെ പാട്ടാ. കാരണം വെച്ചാല് ആ പാട്ട് അമ്മയുടെ മനസ്സിൽ ഇങ്ങനെ തുമ്പുകയാണ്. അത് കുഞ്ഞുമക്കളെ ഒരക്ഷരം പറഞ്ഞാൽ ഞാൻ 1000 അക്ഷരത്തിൽ കൂടി പാട്ട് പാടും. അപ്പൊ മക്കൾ ചോദിക്കുക, അമ്മക്ക് എങ്ങനെ ഒരു പാട്ടില്ലേ അങ്ങനെ ഉണ്ടാക്കി പാടി ഞാൻ അങ്ങനെയല്ല. ഇപ്പൊ കുത്തിരിക്കുന്ന പാട്ട് പാടിത്തരും പറയും. എനിക്ക് ശരിക്കുള്ള പാട്ട് ഇഷ്ടമല്ല, ഉണ്ടാക്കി പാട്ടാ ഞാൻ പാടി കൊടുക്കുന്നത്. പുഷ്പവല്ലി നല്ല മോഹവല്ലി, നല്ല സുന്ദരി വല്ലി വള്ളി പുഷ്പവല്ലി. ഞമ്മക്ക് ആര് വന്നാലും എവിടെ പോയാലും നല്ല പാട്ടുകാരി എന്റെ സാബിറ, തട്ടമിട്ടു ഞാൻ കാത്തു വെച്ചൊരു മുല്ലമൊട്ടിലോറും അത്തറൊന്നു വേണ്ടേ, അത്തറൊന്നു വേണ്ടേ എന്റെ അമ്മയുടെ പാട്ട്. അമ്മ നല്ലോണം പാടുന്നത് മനസ്സിലാണ്, ഞാനത് ചളിയാക്കും. എന്റെ അമ്മേ അങ്ങനെയെല്ലാമാണ് ഉള്ളത്. മാഷാ അല്ലാഹ്. അമ്മ ഒറ്റക്കൊരു പാട്ട് പാടുത്ത നല്ല, നിങ്ങളെല്ലാരും അമ്മേനെ ഞാൻ പറഞ്ഞറിഞ്ഞാല് പാവ അമ്മക്ക് നല്ല കലാബോധമുള്ള ഒരു മനുഷ്യനാണ്. ഉള്ളിൽ ഒരുപാട് എന്നെ പോലെ അടങ്ങിക്കിടക്കുന്നുണ്ട്. അതുകൊണ്ട് അമ്മക്ക് നല്ലോണം പാട്ട് പാടുന്ന അത് ഇങ്ങക്ക് സ്റ്റേജിൽ വിളിച്ച് ഞങ്ങൾ പോവാം. നിങ്ങൾ എവിടെ, വടകര നാട്ടിലാണോ, വള്ളിക്കാട് നാട്ടിലാണോ, വില്ലാപ്പള്ളി നാട്ടിൽ നിങ്ങൾ വിളിച്ച ഞാൻ അമ്മേന്റെ കൂടെ വരും. ഞാൻ പാടിയിട്ടുണ്ട്. നിങ്ങള് പിന്നെ മറ്റേ കുടുംബശ്രീയിലോ എവിടെയാണോ പാട്ട് പാടി ഞാനും വരും. ഞാൻ പാട്ട് പാടിയില്ലെങ്കിലും അമ്മേന്റെ പിന്നാലെ എന്നെ വിളിച്ച അമ്മ ഞാൻ വരും. ഞങ്ങളെത്തും. എന്റെ ചളിപ്പാട്ട് കേൾക്കേണ്ടി വരും. പക്ഷെ അതുകൊണ്ട് അമ്മ നല്ല രീതിയിൽ പാടും. ഒറിജിനൽ നിങ്ങൾ എന്റെ നമ്പർ നിങ്ങളുടെ കയ്യിലില്ലേ, അതിൽ നിങ്ങൾ വിളിച്ചോളി. ഇങ്ങൊക്കെ എവിടെ വേണം, ഇങ്ങനെ ദൂരെ ഒന്നും വരുന്നൊന്നുമില്ല. നമ്മളെ വടകര ജില്ലയിൽ തന്നെ അടവിടെ എവിടെയെല്ലാം നമ്മൾ വരും. അമ്മക്ക് പാട്ട് പാടേണ്ടിട്ടാണ്. അമ്മ കലാബോധമുള്ള മനുഷ്യനാണ്. നമ്മളെ ദൈവത്തിനെ പോലെ കരുതിയ ആളാണ് ഞാൻ. അന്ന് നമ്മളെ ചെറുപ്പത്തിലൊന്നും ഇങ്ങനെ പല സ്ഥാപനങ്ങളും പഠിപ്പിക്കാനൊന്നും ഉണ്ടാവില്ല. അന്ന് റേഡിയോ കൂടിയാണ് നമ്മൾ പഠിക്കുക. അപ്പൊ കേൾക്കുന്ന 12ാമത്തെ വയസ്സിൽ ജാനകി അമ്മേന്റെ പാട്ട് കേട്ടാണ് ഞാനിങ്ങനെ വളർന്നുണ്ട്. അങ്ങനെ കേട്ട് പഠിച്ചതാണ്. അന്ന് ഞമ്മക്കൊന്നും ആരും അങ്ങനെ പഠിപ്പിച്ചൊന്നും തരൂല. താമരമാലവാങ്ങാൻ വിളിച്ചിട്ടും വരുന്നില്ല വിരുന്നുകാരൻ.
അതാ പറഞ്ഞ അമ്മക്ക് ഒരുപാട് ഒരുപാട് പാട്ടറിയാം. അമ്മ അഭിനയിക്കരുത് ചെയ്യോ? അഭിനയിക്കൂ. ഞാൻ മോണാക്ടാണ് അന്നത്തെ കാലം. നമ്മളെ ചെറുപ്പത്തിലെ മോണാക്ടാണ് ഏറ്റവും പ്രധാനം. അപ്പൊ ഞാൻ ഇങ്ങനെ എഴുതി ഉണ്ടാക്കി വലിയ കണ്ണാടിന്റെ മുന്നിലെല്ലാം നിന്നിട്ട് ഇങ്ങനെ അഭിനയിച്ച് അങ്ങോട്ടും കൂടെ ഒരു 2 നാളെ എന്തെല്ലാം എഴുതി ഞാൻ അഭിനയിച്ചു പോയിട്ടു. എന്റെ അച്ഛനും എന്റെ ഏട്ടന്മാരെല്ലാം ചോദിക്കും എനിക്ക് എവിടുന്ന ഇങ്ങനത്തുള്ള കഴിവ് കിട്ടിയത്. പക്ഷെ എന്റെ കഴിവതാണ്, എന്റെ ജന്മനാ ഈശ്വരൻ തന്ന കഴിവാണ്. അങ്ങനെ എന്നെ അച്ഛൻ നാടകത്തിലൊക്കെ കൊണ്ടുപോയി നാടകമെല്ലാം അഭിനയിച്ച ഒരു 5-6 നാടകത്തില് ഞാൻ മരിച്ചിട്ട് വീണിന്. അതെല്ലാം ഇപ്പൊ തുമ്മാനെടുക്കുമ്പോ ഇങ്ങനെ ആലോചിച്ചു. നാടകം അഭിനയിച്ച ആളാ നിങ്ങള്? അത് ശരി. അങ്ങനത്തെ ഒരു കലാകാരിയില്ല മക്കളെ. ഒരാളും അതിനെ പ്രോത്സാഹിപ്പിക്കാനില്ല. എന്നാ നാടകമെല്ലാം നമുക്ക് അഭിനയിച്ചൂടെ? അല്ലാ. ഓക്കെ മക്കളെ. പിന്നെ അമ്മേന്റെ പുഷ്പവല്ലി. പക്ഷെ ഓര് വലിയ വീഡിയോസ് ഇട്ടിട്ടില്ല. ഒരു ഷോർട്ടാ, ഒരു കൊല്ലായി ഓർ തുടങ്ങിയിട്ട് ഒരു ഷോർട്ടാ ഇട്ടിട്ടുള്ളൂ. വലിയ വീഡിയോസ് ഇടണം മക്കളെ. ഇനി ഓറ് വലിയ വീഡിയോസ് ഇടുന്നതാണ്. ഷോർട്ട് വീഡിയോസ് ഉണ്ട്. നിങ്ങൾ എല്ലാവരും കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം. ഒരു കൊല്ലായി അവർക്ക് സബ്സ്ക്രൈബും കൂടിയിട്ടില്ല, ഒന്നും ആയിക്കില്ല, മോണിയൊന്നും ഓണായിക്കൊന്നുമില്ല. പക്ഷെ നിങ്ങൾ യൂട്യൂബ് തുടങ്ങുന്നവരും അമ്മയോടും ഞാൻ പറയുകയാണ്, ദിവസവും വലിയ വീഡിയോസും ഷോർട്ട് വീഡിയോസ് ഇടണം. ചില ആൾക്കാർ നിങ്ങളോട് പറഞ്ഞു തരും വലിയ വീഡിയോസ് ഇടരുത് ഫസ്റ്റ് തുടക്കത്തിൽ നിന്ന്. ഒരിക്കലും ഇല്ല. വലിയ വീഡിയോസ് ഇട്ടാലേ വാച്ച് ടൈം കൂടുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് ലൈവ് ഇടാനമ്മേ നിങ്ങൾക്ക് 300 സബ്സ്ക്രൈബ് ഇല്ല. എന്നാ ലൈവ് ഇടാ. ഞാനിപ്പോ കുറച്ച് ലൈവ് ഇടും. ലൈവിനകത്ത് വന്നിട്ട് നിങ്ങൾക്ക് പേര് പറഞ്ഞോട്ടാ മതി. നിങ്ങൾ ലൈവിൽ നിൽക്കൂല? ഞാനെടുത്ത ലൈവിൽ നിൽക്കൂല. എന്നാ നിങ്ങൾ ആളറിയപ്പെടുമോ? അമ്മക്ക് ലൈവ് ഇടാം. അമ്മേനെ ഫോൺ ഞാൻ കാണിച്ചു തരാം. അത് അമ്മക്ക് ഫോണിന്റെ അത് നോക്കി തരുന്ന ഒരാളില്ല. മരുമോനെ ഇപ്പൊ എല്ലാ നമ്മളെ പോലെ കിട്ടൂലോ. മരുമോൻ തന്നെയല്ല, നമ്മള് മക്കളെ തന്നെ കിട്ടൂല. ഒരു മരുവൻ പറയും എനിക്ക് പറഞ്ഞു പണിയില്ലേ അടയാൻ വെച്ചില്ല. ഒരു മരുവൻ എന്റെ മോനെ പോലെ തന്നെ എനിക്ക് എത്രയോ ഇങ്ങനെ പിന്നെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മോനാണ് ബാബു. ബാബു അവൻ കുറ്റിയാടി വടയത്താണ് അവന്റെ വീട്. മകളെ കഴിച്ച മൂത്ത മകളെ നമ്മളെ വീട്ടിൽ തന്നെയുള്ള പേര്. അത് ആമക്കളായാലും പെമ്മക്കളായാലും മരുമക്കളായാലും മരുമോനായാലും അത് നമ്മളെ വീട്ടിൽ തന്നെ എല്ലാവരും ഒറ്റക്കെട്ടല്ല. അതല്ലേ നമ്മൾ പറയുന്നത്. നമുക്ക് പിന്നെ പല രീതിയിൽ കമന്റ് കാണുന്നില്ല. അപ്പം പലരും പല രീതിയിലാണ് ഉണ്ടാവുക. നമ്മളെ പോലെ തന്നെ നമ്മളെ 10 മക്കളുടെ 10 മക്കളും 10 രീതിയിലാണ് ഉണ്ടാവുക. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം നിങ്ങളെ വേർഡ് കമന്റ് കണ്ടിട്ടൊന്നും നിങ്ങൾ ആരും വിലയിരുത്തുകയും ചെയ്യാറ് ഒന്നും പറയുകയും ചെയ്യാറ്. കാരണം ചെയ്തല്ലോ നാട്ടുകാരെ ഓർക്ക് എന്തൊക്കെയോ തോന്നും, എന്തൊക്കെയോ പറയുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ പുഷ്പവല്ലി എന്നാണ് കുറെ ചാനലിന്റെ പേര്. എനിക്ക് എല്ലാവർക്കും കിട്ടണം, എല്ലാവരും നന്നാവണം എന്നുള്ള ആഗ്രഹം എനിക്കുള്ളൂ. പിന്നെ ഊറ എന്റെ വീഡിയോസിൽ പെടുത്തിയാലാണ് നിങ്ങളിലേക്ക് അറിയപ്പെടുള്ളൂ. ഇന്നൊരു വ്യക്തി ഉണ്ട് എന്ന് അറിയപ്പെടണമെങ്കിൽ ഇതെനിക്ക് റീച്ചിന് വേണ്ടി ഒന്നുമല്ല. പക്ഷെ അമ്മന നിങ്ങളൊന്ന് അറിയപ്പെടണം. എന്റെ സബ്സ്ക്രൈബേഴ്സുകാരൊക്കെ അമ്മേനെ കാണണം. അവരെ ചാനലിൽ പോയിട്ട് നിങ്ങൾ പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കണം. പിന്നെ അമ്മ വലിയ വീഡിയോസ് നിങ്ങൾ പോന്നോ വരുന്നോ നിങ്ങൾ വീഡിയോസ് ഒന്നും നോക്കണം അമ്മയാ. നിങ്ങൾ നിരന്തരം 5-6 ഞാൻ ഫസ്റ്റ് അങ്ങനെയുണ്ട് 5-6 മിനിറ്റുള്ള വീഡിയോസ് നിങ്ങൾ ഇട്ട് കൊടുക്കണം. ഇത് നിങ്ങൾ ഇടുന്നോ നിങ്ങൾക്ക് അറിയുന്നില്ല, അറിഞ്ഞു നമ്മൾ സ്വയം. അതല്ല അമ്മ ഈ പാട്ട് പഠിച്ചതുപോലെ തന്നെ അമ്മ അതും പഠിക്കണം. എഡിറ്റ് ചെയ്യുന്നു അമ്മക്ക് നല്ല തലയുണ്ടല്ലോ. അങ്ങനല്ല, പാട്ടെല്ലാം പഠിക്കാനുള്ള അല്ല, പാട്ട് പാടുന്നതിനെല്ലാം നല്ലൊരു കഴിവും തലേന്റെ വേണം. അപ്പൊ അമ്മക്ക് ഇത് പറഞ്ഞതേ മനസ്സിലാവൂല. അത് ജന്മസിദ്ധമായിട്ട് നമുക്ക് ഈശ്വരൻ തരുന്ന ഒരു കഴിവ്. നിങ്ങൾ അച്ഛൻ നാടകക്കാരനല്ല, നാടകക്കാരനല്ല. അച്ഛൻ നല്ലോണം ഫ്ലൂട്ട് വായിക്കും. അന്നൊക്കെ ഫ്ലൂട്ട് വായന എന്ന് വെച്ചാൽ അച്ഛൻ ചെറിയ ഈ മുളന്തണ്ട് വാങ്ങിക്കൊണ്ട് എന്റെ അച്ഛൻ തന്നെ തൊള്ളയുണ്ടാക്കി എന്നിട്ട് അതിൽ കൂടിയാണ് വായിക്കുക. നമ്മുടെ അച്ഛന്റെ രക്തമാണ് കംപ്ലീറ്റ് ഈ ശരീരത്തിൽ ഓടുന്ന അച്ഛന്റെ കലാബോധം ഈ മകളിലുണ്ട്. കർണാടക സംഗീതം പാടും. അതെല്ലാം ഞാനിങ്ങനെ പഠിക്കുമ്പോ ഇങ്ങനെ ഓടി. അതാണ് മക്കളെ. അമ്മ നമ്മളെ പ്രായം നോക്കട്ടെ. നമുക്ക് ഇനിയും ഉണ്ട് കാലം. ഞമ്മക്ക് 110 വയസ്സ് വരെ ജീവിച്ചിട്ട് അമ്മയെ ആരോഗ്യത്തോട് കൂടി അമ്മക്ക് സ്റ്റേജിലെല്ലാം പാടാൻ പോകണം. നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യണം മക്കൾ. എന്റെ വീഡിയോസ് കാണുന്ന എല്ലാവരും ഈ പുഷ്പവല്ലി നടിച്ച അമ്മ വേഗം കിട്ടുന്നതല്ല. പുഷ്പവല്ലി നിങ്ങൾ അടിക്കുക. 3121 എന്റെ ചാനലിന്റെ നമ്പർ. യൂട്യൂബിൽ നമ്പർ 3121. അത് ശരിയാ. പിന്നെ അമ്മ പാസ്പോർട്ട് നമ്പറിൽ എഴുതി വെച്ചിട്ടാ. ഇങ്ങനെ യൂട്യൂബ് തുടങ്ങുമ്പോ പാസ്പോർട്ട് നമ്പറിൽ എടുക്കും.
അതൊക്കെ തുടങ്ങിയിട്ടില്ല, എഴുതി വെച്ചിട്ടില്ല. എനിക്കറിയില്ല മോളെ അമ്മ പാസ്പോർട്ട് നമ്പർ എഴുതി വെച്ചിട്ടില്ല പെട്ടുപോകും. ഞാനും പണ്ട് നിങ്ങളെ കൊണ്ട് തമാശക്ക് തുടങ്ങിയതേനു. പാസ്പോർട്ട് നമ്പർ ആർക്കും ഓർമ്മയില്ല. ഇപ്പം 72,000 സബ്സ്ക്രൈബ് ആയി. ഞാൻ ഒരുപാട് പൈസ യൂട്യൂബിൽ വന്ന സമയത്ത് എന്റെ ചാനൽ എവിടെ ആയിപ്പോയി. പക്ഷെ പാസ്പോർട്ട് നമ്പർ അറിയാത്തത് കൊണ്ട് അതിനെ കിട്ടുന്നില്ല. അപ്പൊ അമ്മക്ക് പാസ്പോർട്ട് നമ്പർ അങ്ങനെ അറിയുന്നില്ലെങ്കിൽ അമ്മ പുതുതായിട്ടൊന്ന് തുടങ്ങണം. അത് മോനോട് ചോദിക്കട്ടെ, ഞാൻ വീട്ടിൽ പോയിട്ട്. ചിലപ്പോ ഓന് പാസ്പോർട്ട് നമ്പർ എടുത്ത് ചിലപ്പം പിന്നെ അതിൽ തന്നെ പാസ്പോർട്ട് അടിച്ചിട്ട് എടുക്കാം. ഞാൻ എന്റെ യൂട്യൂബിൽ നിന്ന് ഒരു മഞ്ഞ ചുടാട്ടോളില്ല, ഓക്കും പാസ്പോർട്ട് കൊണ്ട് വെറുതെ തുടങ്ങിയതിനു. അങ്ങനെ ഓക്ക് പാസ്പോർട്ട് നമ്പർ വേറെ ആൾ എടുത്തു കൊടുത്തിട്ട് പാസ്പോർട്ട് നമ്പറുകൾ എഴുതി വെക്കണം. ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒരു പെണ്ണ്, നിങ്ങളെ പെൺകുട്ടിയെ 4 ലക്ഷം സബ്സ്ക്രൈബ് ആയ പെണ്ണ റേഡിയോ ആയിപ്പോയി. ഇത് ഓർമ്മയില്ല. പാസ്പോർട്ട് നമ്പർ നിങ്ങൾ എഴുതി വെക്കണം മക്കളെ. അത് എഴുതി വെക്കാത്ത പോയപ്പാൽ പിൻ നമ്പർ അടുക്കി പാസ്പോർട്ട് നമ്പർ അയക്കുന്നതൊക്കെ മെസ്സേജ് ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷെ അറിയത്തില്ല. അത് അടിച്ചു കൊടുത്തല്ല ചാനൽ കിട്ടും. അതുകൊണ്ട് അത് അമ്മ എന്തായാലും അത് എടുത്തു വെക്കാം. എന്നിട്ട് അമ്മ വീഡിയോസ് ഇടുക, സൂപ്പർ ആക്കുക, പുഷ്പവല്ലി അടിക്കുക. നിങ്ങൾ കാണുക, കേൾക്കട്ടാ. അമ്മ നല്ലോണം പാട്ട് പാടും. പാട്ട് കൂടി പാടിക്കൊടുക്കുന്ന നല്ല പാട്ട് പാടും അമ്മ. നിങ്ങളെല്ലാവരും വിളിച്ചോളി, പാട്ട് കേൾക്കുക. ഞാനും വരാം. സാബീത്തുള്ളത് ഭയങ്കര രസമാണ്. കുറെ ആള് വരും. ഇതുകൊണ്ട് നിങ്ങൾ വിജയിപ്പിച്ച പാട്ട് പാടുന്ന അമ്മ. ഇനി അമ്മേന്റെ ചാനലിലും പാടി തരും. ഓക്കെ മക്കളെ, ബൈ.